ജാഗ്രതയെന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷ്മതയില്ല, നമ്മൾ സൂക്ഷിച്ചല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. അതല്ല, ഇന്ന് ഒരുപാട് പേര് വന്നിട്ടില്ല, എത്രയോ ആൾക്കാർ വന്നിട്ടില്ല, അവർക്ക് ജാഗ്രതയില്ല. ഞാൻ വരാത്തവരെ കുറ്റം പറയില്ല, വരാത്തവരെല്ലാം ഓൺലൈനിൽ കാണുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാണ്, അവരോട് കേൾക്കാൻ പറയാണ്, അവർക്ക് ജാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാൻ തോന്നാത്തത്. അപ്പൊ അതിന്റെ പ്രാധാന്യം അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അതിന് ജാഗ്രതയില്ലാത്തവരും സുബോധമില്ലാത്തവരായിട്ട് കിടക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവര് രാത്രിയിൽ മദ്യപിക്കുന്നു. എന്നാൽ നാം പകലിലുള്ളവരായിരിക്കുന്നതിനാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരോവസ്ത്രമായി ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുവാൻ. വിശ്വാസവും സ്നേഹവും, യേശുവിനുള്ള വിശ്വാസവും യേശുവിന്റെ സ്നേഹമുള്ളവരായിട്ട് നാം ഈ സഭയിലുള്ള എല്ലാവരും ഇരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നവര് എങ്ങനെയായിരിക്കും? നമ്മൾ കൂടുതൽ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങിയാൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. അതിനിടയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ല, ബോധമില്ലാതെ നമ്മൾ കിടന്ന് ഉറങ്ങും. അപ്പൊ അങ്ങനെ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ വിശ്വാസികൾ എപ്പോഴും വിശ്വാസവും സ്നേഹവും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പലരും വിശ്വാസത്തിൽ കുറവുള്ളവരും സ്നേഹത്തിൽ കുറവുള്ളവരും യേശു രണ്ടാമത് വരുമെന്നുള്ള പ്രത്യാശയില്ലാതെ കഴിയുന്നവരായതുകൊണ്ടാണ് നമ്മൾ പല സഭകളും, നമ്മുടെ സ്വന്തം നമ്മുടെ വരുന്ന ഈ സഭയിലുള്ള ആൾക്കാരുണ്ടായാലും നമ്മുടെ ലോകത്തിലുള്ള ആൾക്കാരിൽ നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. സഭയിൽ വരുന്നവർക്ക് മനസ്സിലായി. ഓൺലൈൻ കേൾക്കുന്നവരായാലും ഇവിടെ ഇരിക്കുന്നവരായാലും നമ്മൾ പരിശോധിച്ച് നോക്കുക, നമുക്ക് ജാഗ്രതയോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ ഇത്രയും പേര് വരത്തില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരുങ്ങിയെങ്കിലും ഇത്രയും പേര് പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരത്തില്ലെന്ന് അറിഞ്ഞില്ല. എങ്കിലും ഒന്നാമതായിട്ട് ഞാൻ പറയാനിരുന്ന ഇത് തന്നെയായിരുന്നു, നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കണം. വിശ്വാസത്തില് സ്ഥിരത കാണിക്കണം. യേശുവിനുള്ള വിശ്വാസം. നമ്മുടെ ഒരു ലോകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല നമ്മൾ കൂറ് കാണിക്കുന്ന. പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം, നമ്മൾ കാണുന്നതും കാണാത്തതുമായ സകലതും ആദ്യം മുതൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത് യേശു ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്. ആ ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു സൃഷ്ടിച്ച ആയിട്ട് അല്ലാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. എല്ലാം യേശു ഉണ്ടാക്കിയത്. യേശു ഉണ്ടാക്കാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിനെ ആരാധിക്കാനാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, ഏത് സഭയിൽപ്പെട്ട ആൾക്കാരായാലും ഒരു ദിവസം മാറ്റി വയ്ക്കുന്നത് ഈ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം, എത്രയോ മണിക്കൂറുകളാണ് ഒരാഴ്ചയിൽ ഉള്ളത്. 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്, ടൈംസ് 7 ദിവസങ്ങളുണ്ട്. ഇത്രയും മണിക്കൂർ ഉണ്ടായിരുന്നിട്ട് നമുക്കിവിടെ 1.5 മണിക്കൂറാണ് പ്രാർത്ഥനയുള്ളത്. എന്നിട്ട് പോലും നമുക്ക് വരാനായിട്ട് പറ്റുന്നില്ല. മിക്ക സഭകളിലും ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയാണ് പ്രാർത്ഥനയുള്ളത്. ചില സഭകളിൽ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും പൊതുവെ എല്ലാ സഭ, ലോകത്തുള്ള എല്ലാ സഭകളും 1.5 മണിക്കൂർ, 2 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥന കാണില്ല. എന്നിട്ട് പോലും നമുക്ക് ഒന്നിച്ചിരുന്ന് ആഴ്ച ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് വിശ്വാസം പോരാ. നമുക്ക് അതിന്റെ ആവശ്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് അതിനുള്ള സുബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയോ ജോലിക്ക് പോകുന്നവര് ആഴ്ചയിൽ 6 ദിവസവും 8 മണിക്കൂർ വെച്ച് പോയില്ലെങ്കിൽ 1 മണിക്കൂർ കുറവാണ് ജോലി ചെയ്യുന്നതിൽ 1 മണിക്കൂറിന്റെ പൈസ യജമാനൻ അത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 8 മണിക്കൂർ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടുത്തെ യജമാനൻ, അതായത് യേശു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സുബോധം വന്നിട്ടില്ല. ലോകത്തുള്ള ഈ സഭയിൽ മാത്രമല്ല, ലോകത്തുള്ള ഏത് സഭയിൽ പോകുന്ന ആൾക്കാരോടായാലും
പറയാനുള്ള വചനം ഇതാണ്: നിങ്ങൾക്ക് സ്വബോധമില്ല. എന്തുകൊണ്ടാണ് സ്വബോധം ഇല്ലാത്തത്? നിങ്ങളുടെ യജമാനൻ നിങ്ങൾക്ക് വേണ്ട വിധം ശിക്ഷ ഈ ഭൂമിയിൽ തരുന്നില്ല. ശിക്ഷണം ഈ ഭൂമിയിൽ തരാത്തത് കൊണ്ട് നിങ്ങൾ അത്ര എളുപ്പമായിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം പോലും ഒന്നിച്ചു കൂടി നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും, ശ്വസിക്കാൻ ഓക്സിജനും, കഴിക്കാൻ ഭക്ഷണവും, ഇടാൻ വേണ്ട വസ്ത്രവും തരുന്ന ഈ ദൈവത്തിന് ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും നിങ്ങൾക്ക് ഒന്നിച്ച് 2-3 പേരെ കൂടി ആരാധിക്കാനുള്ള സുബോധമില്ലാത്തവര് ആയിപ്പോയി ലോകത്തുള്ള പല ക്രിസ്ത്യാനികളും. നമുക്ക് യേശുവിനെ ഉള്ള ആ വിശ്വാസക്കുറവ്, യേശു എന്താണ് നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പറയുന്നത്? യേശു വേഗം തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശ ഇല്ലാത്തത് കൊണ്ട്, സുബോധമില്ലാത്തത് കൊണ്ടും ജാഗ്രത ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഇത്ര ലാഘവമായിട്ട് ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ പ്രാർത്ഥനയെ നമ്മൾ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം വചനം വായിക്കുന്നത്. അത് വചനം വായിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും വചനം വായിക്കണം. നമുക്ക് എന്ത് രോഗമുള്ളവരായാലും നമ്മൾ ആരുടെയും സഹായം നമ്മുടെ മൊബൈൽ ഫോണിൽ വചനം കേൾക്കാം, വചനം വായിക്കാം. അല്ലെങ്കിൽ വായിക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. ഞാൻ കേൾക്കുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും. അങ്ങനെ ഏത് വിധത്തിലായാലും വചനം എല്ലാ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും. നമ്മൾ ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, നമ്മൾ വെള്ളം കുടിക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം തോന്നും, നമ്മൾ ഭക്ഷണം കഴിക്കും. ആത്മീയമായ ഈ വചനം എന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും തോന്നാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യാത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് വരാത്തതും, വചനം വായിക്കാത്തതും, അതുപോലെ തന്നെ സ്തുതിഗീതങ്ങൾ പാടാത്തതും. നമ്മുടെ വീടുകളിൽ പോയിരുന്ന് നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ യേശുവിനെ സ്തുതിച്ച് ആരാധിക്കണം. എല്ലാ ദിവസവും സ്തുതിച്ച് ആരാധിക്കണം. നമ്മൾ എന്തെല്ലാം സമയം കളയും. സിനിമ പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ നമ്മുടെ സമയം കളയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ സൃഷ്ടിച്ച ഈ ദൈവത്തിന് നമുക്ക് എന്തുകൊണ്ട് സമയം കളഞ്ഞ് സ്തുതിച്ച് പാടിക്കൂടാ? ഈ സമയങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് പാട്ട് പുസ്തകം എടുത്തോണ്ട് പോയി വീട്ടിൽ പോയിരുന്ന് പാടണം. പാടിയാല് എനിക്ക് ഒരു ബുക്കിന്റെ നഷ്ടമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായ ലാഭങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടുമ്പോൾ എനിക്കൊരു ബുക്കിന്റെ നഷ്ടമല്ല. നിങ്ങൾ ആര് ഇവിടെ സമയം വന്നാലും ഞാൻ പറയപ്പെടുന്ന ഒരു പാട്ട് പുസ്തകം നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ, വീട്ടിൽ പോയിരുന്ന് പാടണം. അപ്പൊ അതിന് നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ ഭാഗം എനിക്കൂടെ കിട്ടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ്, സുബോധമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് പോകാൻ പറയുന്നത്. പാട്ട് പുസ്തകം നമ്മൾ ആഴ്ചയിലുള്ള പ്രാർത്ഥന മുടക്കരുത്, വചനം വായിക്കുന്നത് മുടക്കരുത്, വീട്ടിൽ ഇരുന്ന് സ്തുതിച്ച് ആരാധിക്കുന്നത് മുടക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് സുബോധമുള്ളവരെ പോലെ, പുറത്തുള്ള ആൾക്കാർ സുബോധമില്ലാതെ ജീവിക്കുന്നവരെ പോലെ നമ്മൾ ആകരുത് എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് സുബോധം ഇല്ലാത്തവരാണ്. നമ്മളെക്കാളും സുബോധമുള്ള ആൾക്കാരാണ് ലോകത്ത് ജീവിക്കുന്നത്. വിശ്വാസികളുടെ ഇടയ്ക്ക് മദ്യപിക്കുന്നവരും, മയക്കുമരുന്നെടുക്കുന്നവരും, വ്യഭിചാരം ചെയ്യുന്നവരും, കള്ളം പറയുന്നവരും, മോഷ്ടിക്കുന്നവരും ഒക്കെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കുണ്ട്. അപ്പം ക്രിസ്ത്യാനികളെ കുറിച്ചാണ് അല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പുറത്തുള്ള ആൾക്കാരെ പോലെ ആകരുതെന്ന്. ഇവിടെ തന്നെ ഉണ്ടാകുന്നറിയാം. എത്രയോ സഭകളിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് കുഴപ്പങ്ങൾ, സഭയ്ക്കകത്ത് തന്നെ ചെയ്യുന്ന ഒരുപാട് കള്ളം പറയുന്നവരും, മോഷ്ടിക്കുന്നവരും, വ്യഭിചാരം ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. എങ്കിലും പൗലോസ് പറയുന്നത് പുറത്തുള്ള ആൾക്കാരെ പോലെ നിങ്ങൾ സുബോധമില്ലാതെ ജീവിക്കരുത്. അതായത് ഇങ്ങനെ സഭയ്ക്കകത്ത് കള്ളം പറഞ്ഞ് മോഷ്ടിച്ച് വ്യഭിചരിച്ച് ഒക്കെ ജീവിക്കുന്ന ആൾക്കാര് വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. അവര് പുറത്ത് തന്നെയാണ്. അവര് ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ ക്രിസ്ത്യാനികളായിരുന്നായിരിക്കും, 1000 വർഷമായിട്ട് ക്രിസ്ത്യാനികളായിരുന്നായിരിക്കും, 2000 വർഷങ്ങളുടെ പാരമ്പര്യം പറയാൻ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വിശ്വാസികളല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ പുറത്തുള്ളവരെപ്പെട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഏറ്റവും അധികമായിരിക്കും. ഇത് മാത്രമല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവര്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവര്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിയമത്തിലുണ്ട്. ഈ നിയമമെല്ലാം ലംഘിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പുറത്തുള്ള ആൾക്കാര്, യേശുവിൽ വിശ്വസിക്കാത്ത ആൾക്കാർ, പ്രധാനമായിട്ടും യേശുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരെയാണ് പുറത്തുള്ള ആൾക്കാർ. യേശുവിന് ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരാകണമെന്ന് നിർബന്ധമില്ല.
രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം, വേണ്ടാന്ന് വെക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം, വേണ്ടുന്ന കാര്യങ്ങൾ വേണമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ ബൈബിളിൽ ഒരു ഉദാഹരണം പറയാം. അബ്രഹാമിനെ എല്ലാവർക്കും അറിയാം, വിശ്വാസികളുടെ പിതാവ്. ആദ്യമായിട്ട് വചനം കേൾക്കുന്നവരാണെങ്കിലും അവർ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിന്റെ മകൻ ഐസക്, ഐസക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ ജോസഫ്. ജോസഫ് യാക്കോബിന്റെ 12 മക്കളിൽ 11ാമത്തെ ആളാണ് ജോസഫ്. ജോസഫിനോടുള്ള അസൂയ നിമിത്തം ജോസഫിന്റെ 10 ചേട്ടന്മാരോട് ചേർന്ന് ജോസഫിനെ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റു. നമ്മൾ പറയുന്ന ഗോത്രപിതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ 10 ചേട്ടന്മാർ. അവര് നമ്മളിപ്പോ അവരെല്ലാവരും ബഹുമാനിക്കുന്നെങ്കിൽ അവര് അന്ന് അവരുടെ ചെറുപ്പകാലത്ത് കാണിച്ച ഒരു അന്യായമാണ് ഞാൻ പറയുന്നത്. ഈ 10 ചേട്ടന്മാരോട് ചേർന്ന് കൊച്ചായിരുന്ന ജോസഫിനെ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റു. ജോസഫ് അവിടെ പോയി പോത്തിഫർ എന്നൊരാളുടെ വീട്ടില്, അത് സ്ഥലം പേരാണ്, ആ വീട്ടില് അവിടെ ജോലി ചെയ്യാണ്. പോത്തിഫറിന് ഇഷ്ടപ്പെട്ടു, നല്ലതുപോലെ ജോലി ചെയ്യുന്ന ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് പോത്തിഫറിന് ഇഷ്ടപ്പെട്ടു അവിടെ വീട്ടില് നല്ല സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നു. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഈ യുവാവ് ചിലപ്പോൾ കാണാൻ നല്ല സുന്ദരനായിരുന്നായിരിക്കും, അല്ലെങ്കിൽ നല്ല ശരീരമുണ്ടായിരുന്നായിരിക്കും. എന്നാലും പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് ജോസഫിനെ കണ്ടപ്പോൾ പ്രണയം തോന്നി. അവളെ മുറിക്കകത്ത് കയറിയിട്ട് അവളോട് ശയിക്കണം എന്ന് നിർബന്ധം പറഞ്ഞു. ജോസഫ് എന്തായിരിക്കും പറഞ്ഞത്? ജോസഫ് യാക്കോബിന്റെ മകനാണ്, കൊച്ചു ചെറുക്കനാണ്, അത് കൊച്ചിനെ ഉള്ളു, എത്ര വയസ്സെന്ന് പറഞ്ഞിട്ടില്ല. ജോസഫ് ചെറുപ്പമായിരുന്ന ജോസഫിനോട് ഈ സ്ത്രീ, അതായത് പോത്തിഫറിന്റെ ഭാര്യ, നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യ, ഭർത്താവ് അറിയാതെ ആയിരിക്കണമല്ല, ഭർത്താവ് അറിയാതെ ജോസഫിനെ കൂടെ ശയിക്കാൻ നിർബന്ധിച്ച് ജോസഫ് അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. ജോസഫ് വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ പാപം ചെയ്തിട്ട് ജീവിക്കേണ്ട, അതായത് ഇത് പോത്തിഫറിന്റെ ഭാര്യ ചിലപ്പം പോത്തിഫറിന്റെ ഭാര്യയോട് ചിലപ്പോൾ പാപം ചെയ്തിരുന്നെങ്കിൽ പോത്തിഫറിന്റെ ഭാര്യ താൽക്കാലികമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുമായിരുന്നു, ഭർത്താവ് അറിയാതെ കൊടുക്കുമായിരുന്നു, ചിലപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നായിരിക്കും. ഇവിടെ അടിമയായിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ജോസഫ് അത് വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോയി. എന്താണ് പ്രതിഫലമായിട്ട് കിട്ടിയത്? ദൈവത്തെ പ്രതിയാണ് ഈ പാപം ചെയ്യേണ്ട എന്ന് വെച്ച് ജോസഫ് അവിടെ നിന്ന് ഇറങ്ങി, പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അതിന് നമ്മൾ ദൈവം ജോസഫിനെ സംരക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ജോസഫിന് പിന്നെ ജയിൽ വാസമായിരുന്നു. പോത്തിഫർ വന്നപ്പോൾ ഭാര്യയെ കള്ളം പറഞ്ഞു കൊടുത്തിട്ട് ജോസഫിനെ ജയിലിൽ അടച്ചു. ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ജോസഫിന്റെ ശിക്ഷയായിട്ട് ജയിലിൽ എത്രയോ വർഷം കിടക്കേണ്ടി വന്നു. വർഷങ്ങള് കിടക്കേണ്ടി, ഇരുണ്ട അറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവിടെ ജയിലിൽ കഴിയേണ്ടി വന്നു. എങ്കിലും ജോസഫ് പാപം ചെയ്യത്തില്ല. ഇത്രയും സഹിക്കേണ്ടി വരുമെന്ന് ജോസഫിന് അറിയായിരുന്നു. എന്നിട്ടും ജോസഫ് ആ ശിക്ഷ ഏറ്റുവാങ്ങി. നമ്മൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ചെന്ന് പെടുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം നമ്മൾ ധ്യാനിക്കുക. പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം മോസസിന്റെ കഥ വായിക്കും. ബൈബിൾ മോസസ് ആണ് ഇസ്രായേൽ ജനത്തെ പിന്നീട് ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്ത് കനാൻദേശത്തേക്ക് കൊണ്ടുവന്നു. മോസസിന്റെ കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, മോസസ് ഫറവോയുടെ വീട്ടിലാണ് വളർന്നത്. ഫറവോയുടെ പെങ്ങളുടെ മകനായിട്ടാണ് കൊട്ടാരത്തിൽ വളർന്നത്. എങ്കിലും മോസസ് അതിനേക്കാൾ ഉപരിയായിട്ട് താൻ ഒരു യാക്കോബിന്റെ സന്തതിയായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരനായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടപ്പെട്ടത്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സിൽ ആ നീതി അവരുടെ പക്ഷത്തായിരുന്നു. മോസസിനെ സംബന്ധിച്ചിടത്തോളം ഫറവോയുടെ വീട്ടിൽ കൊട്ടാരത്തിൽ കഴിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മോസസ് ഇസ്രായേൽക്കാരുടെ പക്ഷത്ത് നിൽക്കാനാണ് താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് ആ കാരണത്താൽ തന്നെ മോസസിന് ആ നാട്ടിൽ നിന്നും ഫറവോയിൽ നിന്നും ഒളിച്ചോടിപ്പോയി 40 വർഷം മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നു. ഫറവോയുടെ കൊട്ടാരത്തില് ഫറവോയുടെ സുഖ സൗകര്യങ്ങളോട് നല്ല ഭക്ഷണവും നല്ല പട്ട് വസ്ത്രങ്ങളും ധരിച്ച് പട്ട് മെത്തയിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് മോസസ് സ്വന്തം ജനമായ
ഇസ്രായേൽക്കാരുടെ പക്ഷത്ത് നിൽക്കാൻ താല്പര്യം കാണിച്ചത് കൊണ്ട് ഇരുട്ട് തന്നെ ഒളിച്ചോടിപ്പോയി 40 വർഷം മരുഭൂമിയിൽ ഒന്നുമില്ലാതെ താമസിക്കേണ്ടി വന്നു. ദൈവത്തിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിന്റെ ശിക്ഷണമായിട്ട് 40 വർഷം പുറത്ത് മരുഭൂമിയിൽ താമസിക്കേണ്ടി വന്നു. ദൈവം സംരക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. 40 വർഷം ജോസഫിനെയും ജയിലിൽ കിടന്നപ്പോൾ ദൈവം സംരക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നീട് ദാനിയേലിന്റെ സമയത്ത് ദാനിയേലിന്റെ പ്രായത്തുള്ള ഒരുപാട് യുവാക്കളെ നെബൂഖദ്നേസർ രാജാവ് അടിമയായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ യുവാക്കളാണ് നെബൂഖദ്നേസർ ഉണ്ടാക്കിയ പ്രതിമയെ, വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, കുമ്പിടത്തിലെന്ന് പറഞ്ഞത് കൊണ്ട് അവരെ തീയിലെടുത്ത് എറിയുന്ന ഒരു സംഭവം. അവിടെയും അവർ തെരഞ്ഞെടുപ്പ് നടത്തി. വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക്, ഞാൻ ഈ പാപം ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഈ 3 യുവാക്കളെയും നെബൂഖദ്നേസർ രാജാവ് എടുത്ത് തീയിലോട്ട് എറിഞ്ഞു. അവിടെയും നമ്മൾ ദൈവം അവരെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല, എടുത്ത് തീയിൽ എറിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ 3 സംഭവങ്ങളുടെയും സംഭവം കഴിയുമ്പോൾ ജോസഫിനായാലും 2-3 വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ ഇറങ്ങാൻ പറ്റി. മോസസിന് 40 വർഷം കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ തിരിച്ചു വരാൻ പറ്റി. ഈ 3 യുവാക്കൾക്കായാലും തീ എല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ തലമുടി പോലും കഴിയാതെ അവർക്ക് ഇറങ്ങി വരാൻ പറ്റി. പക്ഷെ ആ സമയത്ത് അവർ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരത് നേരിടാൻ തയ്യാറായിരുന്നു. നമ്മളെല്ലാവരും ഒരു ദിവസത്തെ, ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ 1 മണിക്കൂർ, ആഴ്ചയിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് തെരഞ്ഞെടുക്കുന്നത്? നമ്മളെല്ലാവരും എങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കും? എങ്ങനെ വീട്ടില് എപ്പോഴെങ്കിലും 24 മണിക്കൂറുള്ളതിൽ എപ്പോഴെങ്കിലും 1 മണിക്കൂർ കുടുംബസമേതം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ഒഴിവാക്കി കിട്ടും? ബൈബിള് വായിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. തുണി കഴുകണം, തുണി തേക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ സ്കൂളിൽ അയക്കണം. ഇങ്ങനെ നമുക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്ന് നമുക്ക് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാര് അവരുടെ ജീവനും മരണവും മുമ്പിൽ നിൽക്കുമ്പോൾ അവർ തെരഞ്ഞെടുപ്പ് നടത്തി. അവര് ദൈവത്തിന് പകരമായിട്ട് അവരുടെ ഈ ഭൂമിയിലുള്ള കുറച്ചു നേരത്തെ ജീവന, കുറച്ചു നേരത്തെ സന്തോഷമല്ല തിരഞ്ഞെടുത്തത്. അവര് മരണം വരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 3 ഉദാഹരണങ്ങളിലും കാണുന്നു. ഇവിടെ നമുക്ക് മരണത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കുന്ന പ്രശ്നമാണ്. 1 മണിക്കൂർ പ്രാർത്ഥനയും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂർ, ഇങ്ങോട്ട് അരമണിക്കൂർ, അങ്ങോട്ട് 1 മണിക്കൂർ പോകും, 2 മണിക്കൂർ, 3 മണിക്കൂർ ഒരു ഞായറാഴ്ച ദിവസം നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും തയ്യാറല്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ സംരക്ഷണം പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പറയാം നമുക്ക് രോഗമാണ്, കാല് വയ്യ, കൈ വയ്യ, അങ്ങനെ പല കാര്യങ്ങളും പറയും, ശ്വാസം മുട്ടാണ്. നമുക്ക് ആഴ്ചയിൽ ഈ 2-3 മണിക്കൂർ ദൈവത്തിന് വേണ്ടി ചെലവാക്കാൻ പറ്റാത്ത, സുബോധമില്ലാതെ ജീവിക്കുന്ന നമ്മളാണ് പറയുന്നത് ദൈവം നമ്മളെ പരിപാലിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ദൈവം നമ്മൾ പരിപാലിക്കുന്നില്ല. എന്റെ മോൻ മയക്കുമരുന്നെടുക്കുന്നു, എന്റെ മോൻ ജോലിക്ക് പോകുന്നില്ല, എന്റെ മോൻ വ്യഭിചരിക്കുന്നു, എന്റെ മോളുടെ കാര്യം ഓർത്തിട്ട് പേടി വരുന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷെ ആഴ്ചയിൽ 3 മണിക്കൂർ ദൈവത്തിന് വേണ്ടി ഞാൻ ചെലവാക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് കിട്ടുമെന്ന് ഇതൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ സംരക്ഷണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ബാക്കി ലോകത്തുള്ള ആൾക്കാരെ പോലെ സുബോധമില്ലാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം തന്നെയാണ്. നിരീശ്വരാതി എന്ന് പറയുന്നത് ദൈവം ഇല്ല, അവന് ദൈവമില്ല. അവൻ ദൈവമില്ലെന്ന് പറഞ്ഞാലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവമുണ്ട്. അത് അവൻ പറയുന്നതാണ്, അവൻ സ്വന്തമായിട്ട് പറയുന്നതാണ്, അവന്റെ ആഗ്രഹത്തിൽ പറയുന്നതാണ് ഞാൻ ദൈവമില്ലായിരുന്നു. ദൈവമില്ലാതാവുന്നില്ല. നമ്മൾ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നാലും പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും ദൈവം
ഈ ലോകത്ത് നടക്കുന്ന ഞായറാഴ്ച ദിവസം നടക്കുന്ന ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കും. പക്ഷെ നമ്മൾ പോകാൻ തയ്യാറല്ല. ഇത് എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്? നമ്മൾ പറയും ദൈവം സ്നേഹമുള്ള ദൈവമാണ്, ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാതെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാം ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ നേരത്തെ വായിച്ചതുപോലെ ഇങ്ങനെ ഉറങ്ങി ഉന്മത്തരായ കിടക്കും സുഖലോലതയില്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ദിവസവും വീട്ടുകാരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെയൊക്കെ നമ്മുടെ സ്വന്തം സുഖലോലതയിൽ കഴിയുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം അതുവഴി അല്ല വരുന്നത്. നമ്മുടെ ഭാഗം കൊണ്ട് നമ്മൾ ചെയ്യണം. പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം, പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം ഉണ്ടാക്കിയ മാലാഖമാരെല്ലാം നോക്കിയിരിക്കുകയാണ്. ഈ വിശ്വാസി എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്തെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, നന്ദി പറയുന്നുണ്ടോ? നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒരു സഹായത്തിന് വരുന്നു, നമ്മൾ സഹായം കൊടുക്കും. സഹായം കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കും അയാൾ ഒരു നന്ദി വാക്ക് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ സഹായം കൊടുത്തിട്ട് അയാൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഒരു വിഷമം തോന്നി. ഇയാളെന്താ ഒരിക്കലും നന്ദി പറയാത്തത്? നമ്മളെന്താ പറയും? ഒരു നന്ദി ഇല്ലാത്ത മനുഷ്യരാന്ന് പറയും. അതായത് ഒരിക്കലും നന്ദി പറയും, നന്ദി കാണിക്കത്തില്ല, നന്ദിയുടെ ഭാവം പോലും കാണിക്കത്തില്ല. അതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മൾ വിശ്വാസികൾ എന്ന് പറയുകയും വിശ്വാസത്തിന്റെ യേശുവിനോടുള്ള വിശ്വാസത്തിന്റെ യാതൊരുവിധ ഭാവവും ഇതെല്ലാം നമ്മളെന്തോ ജനിച്ചപ്പോ കൊണ്ടുവന്ന മാതിരിയാണ് നമ്മുടെയൊക്കെ പെരുമാറ്റം. ഈ സൗന്ദര്യം, ഈ നമ്മുടെ ശരീരത്തിന്റെ വടിവ്, നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ പഴയ തലമുറയുടെ വലിയ വലിയ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എന്തോ മേന്മ കൊണ്ട് കിട്ടിയതാണ്. ഇത് ദൈവം ദാനമായിട്ട് തന്നതാണ്. നമ്മളെ പോലെ അർഹതയുള്ള ആൾക്കാരുടെ ലോകത്ത് പല പട്ടിണി രാജ്യങ്ങളിലും കിടക്കുന്നത്. നമുക്ക് തിന്നാൻ ഭക്ഷണമുണ്ട്, കൊടുക്കാൻ വസ്ത്രമുണ്ട്, താമസിക്കാൻ വീടുണ്ട്, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൗഭാഗ്യമുള്ളവരാണ്. സംരക്ഷണം ഉണ്ടെങ്കിൽ, നമുക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി പുറത്തൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെയൊക്കെ പാപം കണ്ടായിരിക്കും നമ്മളിതെല്ലാം എവിടെ നിന്ന് കൊണ്ടുവന്നാണ്, നമ്മളത് എടുത്തുകൊണ്ടാണ് നമ്മളതെല്ലാം ഇങ്ങനെ നന്നായിട്ട് പോകുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും രീതിയിൽ കണ്ടാൽ പുറമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷേ പൗലോസ് പറയുന്ന അങ്ങനെയല്ല. പൗലോസ് പറയുന്നത് നിങ്ങൾ പുറത്തുള്ളവരെ പോലെ ആകരുത്, കിടന്ന് ഉന്മത്തരായി കിടന്ന് ഉറങ്ങരുത്, ജാഗ്രതയുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. വേണ്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ വേണ്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് വേണ്ടെന്ന് തന്നെ പറയണം. വേണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് തന്നെ തീരുമാനിക്കണം. നമ്മുടെ മുമ്പിലാണ് നന്മയും തിന്മയും എന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ ആഴ്ചകളോളം ഞാൻ ദൈവമായിട്ട് ബന്ധപ്പെടുന്നില്ല, പക്ഷെ ദൈവം എന്നെ പരിപാലിക്കണം, സംരക്ഷിക്കണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ രീതികൾ. വേണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് പറയാനല്ല, നമ്മളങ്ങ് സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് എവിടെ പോണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തീരുമാനം, ഞായറാഴ്ച ദിവസം രാവിലെ എത്തണം, അല്ലെങ്കിൽ ശനിയാഴ്ച ഇങ്ങനെ പിടിച്ചു കിടന്ന് ഞായറാഴ്ച പ്രാർത്ഥന കൂടണമെന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കുറെ വർഷങ്ങളായിട്ട് തീരുമാനിച്ചാണ്. ഞായറാഴ്ച വേറെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, മക്കളെ ഞാൻ പഠിക്കാൻ സമ്മതിക്കാറില്ല. ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നാളെ പരീക്ഷ പറഞ്ഞാൽ പോലും ഞാൻ പഠിക്കാൻ സമ്മതിക്കത്തില്ല. അവരെ വെറുതെ ഇരിക്കാൻ പറയും. ഇരിക്കും, പുറമെ ഞായറാഴ്ച വിശ്രമിക്കും. അപ്പൊ അങ്ങനെ വെച്ചിരുന്ന ആ സമയത്ത് 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞായറാഴ്ച രാവിലെ 10:00 മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. എത്ര 10:00? ഞായറാഴ്ച രാവിലെ 10:00 മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എനിക്ക് പറയാനൊരു മടി, ഞായറാഴ്ച പറ്റത്തില്ല, ഞാൻ തിങ്കളാഴ്ച ആക്കിക്കൂടെ. ഞാൻ ചോദിച്ച് തിങ്കളാഴ്ച ആക്കിക്കൂടെ? അപ്പൊ അയാൾ പറഞ്ഞില്ല, പറ്റത്തില്ല, ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് പോയി രാവിലെ 10:00.
ഞാൻ സുനിലോട് പറഞ്ഞപ്പോൾ സുനിലും വേണ്ടിയില്ല. അപ്പൊ എന്താ ശരി വരാം എന്ന് പറഞ്ഞ് ഞങ്ങള് ശനിയാഴ്ച രാത്രി എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് പ്ലെയിൻ ബോഡി എല്ലാം കഴിഞ്ഞ് പെട്ടി കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ഇല്ല 2 ദിവസം മുമ്പ് നിയമം പറഞ്ഞ പത്രത്തിൽ വന്നത് കണ്ടില്ലേ. ഞങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നിയമം പറയാൻ നിങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് തന്നത്. ഞങ്ങൾ കാശ് എടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി 10-15,000 രൂപ എടുത്ത ടിക്കറ്റ് എടുത്തിട്ടാണ് ചെന്ന് ടിക്കറ്റ് എല്ലാം കഴിഞ്ഞ് പെട്ടിയും കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാ പറയുന്നത് ഇത് കാണിക്കാൻ പറയും. ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് കേട്ടിടാൻ പറ്റുന്നില്ല. 2 ദിവസം മുമ്പ് വന്ന നിയമമാണ് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് അല്ലാത്ത ആരെയും ഫൈൻ കിട്ടുന്നില്ല. അവര് തന്നെ അവർക്ക് സങ്കടം തോന്നി. ഞങ്ങൾ ഇത്രയും പ്രായം ചെറുപ്പക്കാരല്ല പെട്ടിയെല്ലാം കൊടുത്തു കഴിഞ്ഞ്. അപ്പൊ ആ നിന്ന് കൗണ്ടർ ചെയ്ത് പെട്ടോ ഞാൻ പോയി മാനേജറോട് സംസാരിക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് നിയമമല്ല, നിയമം മാറ്റാൻ പറ്റത്തില്ല. ഞങ്ങള് കുറെ പറഞ്ഞു നോക്കി. ഞങ്ങള് കാശ് ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾക്ക് പകരം ടിക്കറ്റ് ഇറങ്ങും, ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് നഷ്ടം വന്ന് പിന്നെ ഞങ്ങള് പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റിയെടുത്ത് പൈസ ഒരു പൈസ തിരിച്ചെടുത്തില്ല. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ തിരുവനന്തപുരത്ത് പോയി ടെസ്റ്റ് നടത്തിയിട്ടാണ് പിറ്റേ ദിവസം ഞങ്ങൾ കയറിപ്പോയത്. അപ്പൊ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രസംഗിക്കുന്ന, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ ചെയ്യുന്ന എനിക്ക് പോലും ആ സമയത്ത് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് എന്തുമാത്രം നഷ്ടം. ട്രെയിൻ ടിക്കറ്റ് മാത്രമല്ല, ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പോകുന്നതിന് വണ്ടിക്കൂലിയുണ്ട്, മെനക്കേട് കൂലിയുണ്ട്, ഒരുപാട് മെനക്കേട് കൂലിയുണ്ട്. ഇതെല്ലാം ഒരുപാട് 10-20,000 രൂപ നഷ്ടമാണ്. എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യം സമയത്ത് വേണ്ടെന്ന് പറയാത്തത്? പ്ലെയിൻ കിട്ടിയെന്ന് പറയുമ്പോഴേ അവിടെ ഇരുന്ന് ബാംഗ്ലൂർ ഇരുന്നൊരു മീറ്റിംഗ് ഒക്കെ മാറ്റി വെച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ചത്തേക്ക് ആക്കി. പക്ഷെ അതുവരെ അവര് ഇല്ല ഞായറാഴ്ച വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ വേണ്ടെന്ന് തീരുമാനിക്കണം. കാരണം ഞാൻ വർഷങ്ങളായിട്ട് എനിക്കത് എന്റെ മോൻ ജോൺ ജനിച്ചതിന് പിറ്റേ വർഷം മുതലാണ് ഞങ്ങൾ ഈ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ വളരെ കർക്കശമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. വേറെ ഒരു ജോലിയും ചെയ്യത്തില്ല, ജോലിക്ക് പോകത്തില്ല, മക്കളെ പഠിക്കാൻ സമ്മതിക്കത്തില്ല. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്ന് തീരുമാനിച്ചിട്ടാണ്. ആരെങ്കിലും പറയാനുള്ള മടി കൊണ്ട് നമ്മൾ അത് മാറ്റി വെക്കും. പക്ഷെ അത് ഭയങ്കര നഷ്ടമായിട്ട്, അത് സാമ്പത്തിക നഷ്ടമാണെങ്കിൽ പിന്നീട് അത് അത് നമുക്ക് ആത്മീയ നന്മയ്ക്കായിട്ട് മാറും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞങ്ങള് 2008 ഞങ്ങള് ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് ധ്യാനത്തിന് പോയി. അപ്പൊ അത് ഇങ്ങനെ വാരാന്ത്യ ധ്യാനമാണ്. ധ്യാനത്തിന് വരുമ്പോഴത്തേക്ക് വളരെ ഈ കേരളത്തിന് ഭയങ്കര ഇപ്പോഴും പ്രശസ്തനായിട്ടുള്ള ഒരു ധ്യാനഗുരുവാണ് പ്രസംഗിക്കുന്നത്. ഒന്നാം ദിവസം പോയി ധ്യാനം കൂടി, 2ാം ദിവസം പോയി ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾ ഈ 5 പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്. ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഈ 5 കൊച്ചു പിള്ളേരെ കൊണ്ട് ധ്യാനത്തിനൊക്കെ പോകണം. ഇപ്പൊ ഇതിനൊക്കെ വലുതായിട്ട് വയ്ക്കുന്നത് 10-15 വർഷം മുമ്പ് ഇവരൊക്കെ കൊച്ചു പിള്ളേരല്ലേ. ഇവരെ കൊണ്ടാണ് ധ്യാനത്തിന് പോകണം. 2ാം ദിവസം ധ്യാനത്തിന് നിന്നപ്പോഴത്തേക്ക് ആ അച്ഛൻ ആ പ്രസംഗിക്കുന്ന ആളിങ്ങനെ പറഞ്ഞു, നമ്മള് വേറെ സഭകളിൽ പോയി പ്രാർത്ഥനയ്ക്ക് കൂടുന്നതിനേക്കാളും നല്ലത് വ്യഭിചരിക്കാൻ പോകണമെന്ന്. അപ്പൊ എനിക്ക് കേട്ടിട്ടുള്ളത് അവിടെ 1000-കണക്കിന് ആൾക്കാരത് കേൾക്കുന്നുണ്ട്. എനിക്ക് കേട്ടത് ഭയങ്കര കുളത്തിലും തോന്നി. ആ പ്രസംഗ ശൈലി കുളത്തിലും തോന്നി. വേറെ സഭയിൽ പോയി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എവിടെ ഞായറാഴ്ച ദിവസം എവിടെയായാലും പോയി സഭയിൽ ഒന്നിച്ചിരുന്ന് ബൈബിൾ പ്രസംഗിക്കുന്ന സഭ ആയിരിക്കണം. ബൈബിൾ വചനം പങ്കുവയ്ക്കാത്ത സഭയിൽ പോകണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ബൈബിൾ വചനം പങ്കുവയ്ക്കുന്ന സഭയായിരിക്കണം. അവിടെ എല്ലാ ആഴ്ചയും പോയി പ്രസംഗിക്കണം, കൂടണം, സ്തുതിക്കണം, ആരാധിക്കണം, സാക്ഷ്യങ്ങൾ പറയണം, രോഗസൗഖ്യം സ്വീകരിക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞായറാഴ്ച നമ്മള് സഭയിൽ കൂടുതൽ. അപ്പൊ ഈ വ്യക്തി പ്രസംഗിച്ചിട്ട് ഇടയ്ക്ക് പറയുന്നത് നമ്മുടെ ഈ സഭയ്ക്കകത്ത് വരാതെ പുറത്തുള്ള സഭയിൽ പോയി വചനം കേൾക്കുന്നതിനേക്കാളും നല്ലത് വ്യഭിചരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് അവിടെ 3-4 ദിവസം ധ്യാനമായിരുന്നു. എത്ര ദിവസം മറന്നു. എന്നാലും 2 ദിവസം കൂടി 2ാം ദിവസമാണ് ഇത് കേട്ടത്. 3-ാം ദിവസം ഞാൻ പോയില്ല. വീട്ടിൽ പോകുന്നില്ലെന്ന് വെച്ചപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല. എന്തായാലും സുല്ലും പോയില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണെന്നാലും സുല്ലും പോയില്ല. പിന്നെ ഞങ്ങൾ ആ ധ്യാനം കൂടിയില്ല. പക്ഷെ പിന്നീട് അത് എനിക്ക് എന്തായാലും അങ്ങനെ പ്രസംഗിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടം തോന്നിയില്ല.
ആ പ്രസംഗിച്ച ആള് ഇന്നും കേരളത്തില് വളരെ പ്രശസ്തനായ ഒരു സുവിശേഷം പറയുന്ന വ്യക്തിയാണ്. ഞാൻ ആ സഭയിൽ പിന്നെ പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആ സഭയിൽ പോയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഒരു കുറ്റബോധവും തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്. ജോസഫ് തെറ്റ് കണ്ടപ്പോൾ അതിനകത്ത് പിന്മാറാൻ ശ്രമിച്ചപ്പോൾ ജോസഫിന് പ്രശ്നങ്ങളുണ്ടായി. മോസസിന് കൊട്ടാരത്തിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് കൂടെ നിൽക്കുന്നതാണെന്ന് തോന്നി മോസസ് മാറിയപ്പോൾ മോസസിന് 40 വർഷം സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ വായിച്ച ദാനിയേലിന്റെ കൂട്ടുകാർക്കായാലും നമ്മൾ നീതിക്കും സത്യത്തിനും കൂടെ അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. എനിക്ക് ഇന്നും അന്ന് 2008 ഉണ്ടായിരുന്ന പോലത്തുള്ള ആത്മീയമായിട്ടുള്ള ഒരു പ്രയർ ഗ്രൂപ്പ്, ഭയങ്കര ആള് വരുന്ന പ്രയർ ഗ്രൂപ്പ് അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും അന്നെടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. നമ്മൾ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങള്, ചീത്തയാണ് പറയുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനും ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഭീരുക്കൾക്ക് സ്വർഗരാജ്യം ഇല്ല. സ്വർഗരാജ്യം ഭീരുക്കൾക്കുള്ളതല്ല. യേശു പറയുന്ന യേശുവിന്റെ വാക്കാണ്, ഭീരുക്കൾക്ക് സ്വർഗരാജ്യം അവകാശം ഇല്ല. നമുക്ക് എന്തെങ്കിലും പറയണം ധൈര്യക്കുറവുണ്ടെങ്കിൽ, പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പേടിയുള്ളവർക്കുള്ളതല്ല സ്വർഗരാജ്യം, ധൈര്യമുള്ളവർക്കുള്ളതാണ്. തെറ്റ് കണ്ടാല് തെറ്റാന്ന് പറയാനും വേണ്ടെന്ന് വെക്കേണ്ട കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനും വേണമെന്നുള്ള കാര്യങ്ങൾ വേണമെന്ന് വെക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഇരിപ്പുണ്ടെങ്കിൽ നന്മ സ്വീകരിക്കാനായിട്ട് നമുക്ക് സുബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. പിശാച് എപ്പോഴും നമ്മളെ തെറ്റിക്കാനായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പിശാച് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു തരും. ഞായറാഴ്ച മാത്രം നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു തരും. എന്നുവെച്ചാല് നന്മയും തിന്മയും എല്ലാ ഞായറാഴ്ചയും എന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് തരും. ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാ ഞായറാഴ്ചയും നന്മ സ്വീകരിക്കാതെ തിന്മ സ്വീകരിക്കുന്നവരാണോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കുക. വൈകുന്നേരം എപ്പോഴെങ്കിലും ദിവസത്തെ ഓരോ പ്രാവശ്യം, രാവിലെ ആയാലും ഉച്ചയായാലും വൈകുന്നേരമായാലും എപ്പോഴെങ്കിലും ഒരു സമയം പ്രാർത്ഥിക്കണമെന്ന്, കുടുംബസമേതം പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ രാവിലെ തീരുമാനിക്കാനായിട്ട് ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ എല്ലാരും വീട്ടിൽ കാണും. നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം വരും, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കയറി വരും. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഇരിക്കൊണ്ട് നമ്മൾ തിന്മ സ്വീകരിച്ചു. ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് സമയം മതിയായിരിക്കും ഒരു അധ്യായം വായിക്കാനായിട്ട്. പക്ഷെ ഞാൻ എപ്പോ ബൈബിൾ വായിക്കാൻ തുറന്നാലും ഒരു ഫോൺ കോൾ വരും, അല്ലെങ്കിൽ എപ്പോ ബൈബിൾ വായിക്കാൻ എടുത്താലും എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ജോലികളുണ്ടാകും. അപ്പൊ എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് എന്റെ മുമ്പിൽ നന്മയും തിന്മയും കൊണ്ട് ഞാൻ അപ്പോഴും തിന്മ സ്വീകരിക്കണം. എന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും തിന്മകളും ഇരിപ്പുണ്ട്. അത് എപ്പോഴും നന്മ സ്വീകരിക്കാനായിട്ട് യേശു പറഞ്ഞത് പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. ഈ മുമ്പിൽ താമസിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കൈയായിരിക്കുന്നത്. യേശു നമുക്ക് തെരഞ്ഞെടുത്ത് തരത്തില്ല, നമ്മൾ തന്നെ തെരഞ്ഞെടുക്കണം. നന്മയും തിന്മയും നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും ജാഗ്രതയുള്ളതായിരിക്കണം. യേശു പറഞ്ഞു, ഇന്നാണ് സമയം. അതായത് നാളെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇന്നാണ് സമയമെങ്കിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കണം. നന്മയും തിന്മയും എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് യേശു പറയാം, ഇന്ന് നീ എന്നെ സ്വീകരിക്കുക, എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ യേശുവിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുക. പ്രലോഭനങ്ങൾ നാളെയും വരും. ഇന്ന് ഞാൻ യേശുവിനെ സ്വീകരിച്ചാൽ നാളെ പ്രലോഭനങ്ങൾ വരും. പക്ഷെ അത് ജയിക്കാനുള്ള ശക്തി ഞാനല്ല, എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് തരും. നന്മയും തിന്മയും എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നന്മ സ്വീകരിക്കാനായിട്ട് ശക്തി പരിശുദ്ധാത്മാവ് തരും. യേശു പറഞ്ഞു, എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ തരും. നമ്മൾ ആ വിശ്വാസത്തെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.
ഇന്ന് ഈ ദിവസം ഇന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് യേശുവിന് നമ്മൾ മുട്ടുകുത്തി എന്നുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുക. യേശു നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കും. എല്ലാ പാപങ്ങളും ഇന്ന് എന്നെ ക്ഷമിക്കും. യേശു ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശു പറയുന്നത് ഞാനത് കടലിന്റെ അഗാധങ്ങളിലേക്ക് അത് ഒഴുക്കിക്കളയും. പിന്നെ ആരും അത് പൊക്കിയെടുത്തിട്ട് വരുത്തില്ല. നമ്മുടെ ഇന്ന് ഈ ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരായാലും ഓൺലൈനിലൂടെ കാണുന്നവരായാലും ഈ ദിവസം യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി നാളത്തേക്ക് നമുക്ക് മാറ്റി വെക്കേണ്ട. ഇന്ന് ഞാൻ യേശുവിനെ സ്വീകരിക്കുക. ഇന്ന് തന്നെ എന്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കുക. ഞാൻ യേശുവിന് വേണ്ടി സമയം കുറച്ച് നേരത്തെ പറഞ്ഞു കണക്ക് എല്ലാ ദിവസവും വീട്ടിലിരുന്ന് പാട്ട് പാടാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ആഴ്ച ഒരു ദിവസം ഏതെങ്കിലും ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു സഭയിൽ പോകാനും ഒക്കെ നമ്മള് സമയം കണ്ടെത്തുക. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുക.